ലോകം കണ്ട ഏറ്റവും ശക്തനും കർമ്മനിരതനുമായിരുന്ന സുവിശേഷകൻ റെയ്നാഡ് ബോങ്കയെ പറ്റിയുള്ള ഷെക്കേന ടെലിവിഷന്റെ അണയാത്ത അഗ്നിജ്വാല എന്ന പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒരു ജർമ്മൻ പൗരനായിരുന്ന റെയ്നാഡ് ബോങ്കയെ ആഫ്രിക്കയിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ രക്ഷയ്ക്കുള്ള ഉപകരണമാക്കിയ ദൈവിക പദ്ധതി മനുഷ്യബുദ്ധിക്ക് തികച്ചും അഗ്രാഹ്യവും അത്ഭുതാവഹവുമായിരുന്നു. 10ാം വയസ്സിൽ താൻ കേട്ട ദൈവസ്വരത്തിന് മറുപടിയായി ദൈവത്തിന് ജീവിതം സമർപ്പിച്ച നിമിഷം മുതൽ തൻ്റെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ദിനം വരെയുള്ള കാലമത്രയും നരകത്തെ ശൂന്യമാക്കി സ്വർഗത്തെ നിറയ്ക്കുക എന്ന തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും വ്യതിചലിച്ചില്ല. പ്രതിസന്ധികളുടെയും എതിർപ്പുകളുടെയും അഗ്നിശോധനകളുടെയും മധ്യേ അദ്ദേഹം തൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചു. ഒടുവിൽ നിത്യസമ്മാനത്തിനായി യാത്രയായ അദ്ദേഹത്തിൻ്റെ സുവിശേഷ ദർശനം ഇന്നും ജീവിക്കുന്നു. അനേകരിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നാളമായി, രക്ഷയുടെ ആനന്ദമായി. Jesus, I break the power of every disease in the name of Jesus. No divorce in the name of Jesus. I thank you that you will bless each and every one and let them rise from their deathbeds, from hospital beds. Every request shall be fulfilled in the mighty name of Jesus. And if you believe that, shout hallelujah. I only have one desire. I want hell empty and heaven full. I speak to every crippled leg, and I command every crippled leg to receive strength right now in the name of Jesus. ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ സ്വന്തം താല്പര്യങ്ങളാക്കുന്നവരിൽ ദൈവം സംപ്രീതനാകുന്നു. ഇതിനായിരിക്കണം ദൈവജനം മുൻഗണന നൽകേണ്ടത്. ലോകമെങ്ങും അറിയപ്പെടുന്ന സുവിശേഷ പ്രഘോഷകൻ ബോങ്കയുടെ വാക്കുകളാണിവ. വിളിച്ചവന്റെ വിളിയോട് വിശ്വസ്തത പുലർത്താൻ സ്വന്തം താല്പര്യങ്ങൾ വലിച്ചെറിഞ്ഞ അദ്ദേഹം തൻ്റെ ജീവിത സാക്ഷ്യത്തെ മുൻനിർത്തി പറഞ്ഞ വാക്കുകൾ. If we are interested in what God is interested, then God is interested in us. May that what is most important to him be most important to us. Yes. And to the church as a whole. It would do the church very, very well. ആഫ്രിക്കയിലെ നശിക്കുന്ന ആത്മാക്കളെ പ്രതിയുള്ള കർത്താവിന്റെ ഭാരം സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുത്ത റെയ്നാഡ് ബോങ്കയുടെ ആഫ്രിക്കയിലെ ആദ്യ നാളുകൾ ഏറെ സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു. പൂജ്യത്തേക്കാൾ താഴെ എന്നാണ് അന്നത്തെ തന്റെ അവസ്ഥയെ ബോങ്കെ പിന്നീട് വിവരിച്ചത്. When God called me, being his hero, I responded. I came to Jesus and I stood next to him. That moment I made the discovery of my life. Because I discovered that Jesus is the number one. Yes. And when I as the zero stood next to him, we were already 10. ദക്ഷിണാഫ്രിക്കയിലെ ഒരു ചെറിയ പട്ടണമായ ലിസാത്തോയിൽ ആരംഭിച്ച അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറിയപ്പോൾ, അവിടത്തേക്ക് 1ാം സ്ഥാനം നൽകിയപ്പോൾ തന്റെ ജീവിതത്തിന് കൈവന്ന മൂല്യവും മഹത്വവും അദ്ദേഹം ഇപ്രകാരം വിവരിക്കുന്നു. Jesus makes every zero valuable. If as long as he is the number one, we are precious. We are valuable. But take the one away and we all become nothing.
at the same moment. The whole key is Jesus. ചെറിയ സമൂഹങ്ങളെ ലക്ഷ്യം വെച്ചുള്ളവയായിരുന്നു ബോങ്കയുടെ ആദ്യകാല ശുശ്രൂഷകൾ. ഗ്രാമങ്ങൾ തോറും സൈക്കിളുകളിൽ യാത്ര ചെയ്ത് ഓരോരുത്തരെയായി രക്ഷയിലേക്ക് നയിക്കാൻ ബോങ്കെ പ്രകടിപ്പിച്ച സന്നദ്ധതയ്ക്ക് ദൈവം വലിയ പ്രതിഫലം നൽകി. അദ്ദേഹത്തിലൂടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സുവിശേഷം പടർന്നു പന്തലിക്കാൻ അവിടുന്ന് ഇടയാക്കി. ആഫ്രിക്കയിലെ ചൂടും പൊടിപടലങ്ങളും ജർമ്മൻകാരനായ ബോങ്കയ്ക്ക് തികച്ചും അപരിചിതമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളും ക്ഷീണവും ആദ്യ നാളുകളിൽ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. മരണവക്ത്രത്തിൽ കൂടി കടന്നുപോയ നിമിഷം പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. പ്രാർത്ഥനയിലൂടെ ആർജിച്ച ശക്തിയായിരുന്നു അദ്ദേഹത്തെ വിഷമസന്ധികളിൽ താങ്ങി നിർത്തിയത്. Christians have a world to reclaim and regain for God. The enemy has brought about vast destruction, death, and wickedness. Prayer opens up God's armory with its superior weapons. If we think we don't need to pray, then we don't know what we are up against. If we think that we can manage on our own achievements, then we simply make ourselves the devil's laughing stock. To be prayerless means to be defenseless. അവിശ്രാന്തമുള്ള സുവിശേഷ യാത്രകൾക്കും സമ്മേളനങ്ങൾക്കുമിടയിൽ ശാരീരികവും മാനസികവുമായി ബോങ്കെ ഏറെ പരീക്ഷിക്കപ്പെട്ടു. ലിസാത്തോയിലെ കൊളോണിയാമയിലെ പൊടിപടലം നിറഞ്ഞ കുന്നിൻ ചെരുവിലൂടെയുള്ള യാത്രയിൽ മലിനജലം കുടിക്കാനിടയായ സാഹചര്യത്തെ തുടർന്ന് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന ഗുരുതരമായ രോഗം അദ്ദേഹത്തെ പിടികൂടി. അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും നിസ്സഹായരായി. ഈ സമയം റെയ്നാഡിന്റെ മാതൃസഭയിലെ ഒരു സഹോദരിക്ക് ഇതേപ്പറ്റി ദർശനമുണ്ടാകുകയും അവളുടെ പ്രാർത്ഥനയാൽ അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടുകിട്ടുകയും ചെയ്തു. ഇതേപ്പറ്റി അദ്ദേഹം ഇപ്രകാരം വിവരിക്കുന്നു. As a young missionary in Africa, I visited a certain mission station. It was a very hot day and I was very thirsty. So I drank water from a well, not knowing that that water was polluted. Shortly after that, I became very sick. Fever was raging in my veins day after day. In my delirium, I had some hallucinations. I saw something like a black blanket floating down, descending on me, and I thought, this is death. I'm dying. But suddenly, I heard a voice, somebody praying for me. It was the voice of a lady in my father's church, 8,000 kilometers away, there in North Germany. She was pleading to God on my behalf to spare my life. And that moment, the fever broke. I slowly recovered. I wrote a letter to my father. I said, please go to that lady and ask her what happened to her on that date. When the reply came, I was deeply moved. That lady said, that very specific day, the Holy Spirit woke her up early in the morning, saying to her, intercede for Reinhard. He is dying in Africa. She prayed for hours until she said she had a breakthrough there in Germany, and my fever broke there in Lesotho. That day I learned something about the power of intercessory prayer. It works.
സുവിശേഷ പോർക്കളത്തിൽ പ്രാർത്ഥനാ സഹകാരികളുടെ വില എത്ര വലുതാണെന്ന് മനസ്സിലാക്കാനുള്ള അവസരം കൂടിയായിരുന്നു അദ്ദേഹത്തിന് ഇത്. Our arms of love are the only arms He has to use on earth. Our hands become His hands, and our voice His voice. We have been given the greatest privilege of all, to proclaim the matchless message. സദാ കർമ്മനിരതനായ ബോങ്കയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ക്രമേണ ആഫ്രിക്കയിൽ ഉടനീളം വ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു, സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ കരങ്ങൾ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ കരങ്ങളാകണം. നമ്മുടെ സ്വരം അവിടുത്തെ സ്വരവും. നിരൂപമമായ അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിശേഷ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആഫ്രിക്ക മുഴുവൻ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടണമെന്ന തന്റെ ദർശനം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ബോങ്കെ അന്ധമായി വിശ്വസിച്ചു. തന്റെ മുന്നിലെ അസാധ്യതകളിൽ മനുഷ്യ സഹജമായ സംശയങ്ങൾ ഉയർന്നെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അദ്ദേഹം പ്രത്യാശ അർപ്പിച്ചു. അദ്ദേഹം പിന്നീട് ഇതേപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: I cried out, I said, "Oh God, I'm not a big-time evangelist. I'm only a missionary. But I am your servant also. And now I will go. I will preach. And I will pray for the sick. And you will do the miracles." ആ പ്രാർത്ഥന ദൈവം കേട്ടു. സുവിശേഷ പ്രഘോഷണത്തിനായി വാതിലുകൾ തുറക്കപ്പെട്ടു. അസാധ്യതകളെ ദൈവം സാധ്യതകളാക്കി മാറ്റി. സഹായിക്കാൻ സന്നദ്ധരും സുവിശേഷ ദർശനവുമുള്ള കൂട്ടുവേലക്കാരെ ദൈവം കൂട്ടിച്ചേർത്തു. വിപുലമായ തോതിൽ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. മഹത്തായ ദൗത്യങ്ങൾ ദൈവം ഭരമേൽപ്പിക്കുന്നത് മഹത് വ്യക്തികളെയല്ല, അനുസരണമുള്ളവരെയാണ്. ശ്രേഷ്ഠമായ ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിക്കുമ്പോൾ നാം ശ്രേഷ്ഠരാകുന്നു. ദൈവം ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിർവഹിച്ച തൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിച്ചു. ബോങ്കയുടെ ശുശ്രൂഷകൾ യേശുനാമത്തിൽ സംഭവിക്കുന്ന അത്യപൂർവമായ അത്ഭുത ഘോഷങ്ങൾക്ക് വേദിയായി. കടൽ തീരത്തെ മണൽത്തരികൾ പോലെ ആഫ്രിക്കൻ ജനത ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടു. God does not need great people for great tasks. He only wants obedient people. He gives us the great tasks, and the tasks make us great. ജന്മനാട് ഉപേക്ഷിച്ച് ആത്മാക്കൾക്കായി ഇറങ്ങിത്തിരിച്ച ബോങ്കയുടെ സമർപ്പണത്തെ ദൈവം മാനിച്ചു. അഗ്നിജ്വാലകൾ പ്രവഹിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ലക്ഷക്കണക്കിന് ഹൃദയങ്ങളിൽ സത്യത്തിന്റെ വെളിച്ചം പകർന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ കർത്താവിന്റെ സ്നേഹവലയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഫയർ കോൺഫറൻസുകളും ബൈബിൾ ക്രൂസൈഡുകളും പ്രായവർഗ ഭേദമെന്നേ ജനനിബിഡമായി. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം തന്റെ മഹനീയ പ്രവൃത്തികൾ വെളിപ്പെടുത്തി. വീൽചെയറുകളിൽ വന്നവർ അവ കൈകളിലേന്തി മടങ്ങി. തളർവാദ രോഗികൾ തങ്ങളുടെ കിടക്കകൾ ഉപേക്ഷിച്ചു. അന്ധർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും കർത്താവ് നൽകി. കേപ്പ് ടൗൺ മുതൽ കെയ്റ വരെ സുവിശേഷ നാളം കത്തി. ആയിരത്തി 1956 വരെ ആഫ്രിക്കയിൽ മാത്രമായിരുന്ന ബോങ്കയുടെ ശുശ്രൂഷകൾ കാലക്രമേണ ലോകം മുഴുവൻ ദൈവം വ്യാപിപ്പിച്ചു.
സുവിശേഷ വിളിയോട് ബോംഗെ പ്രകടിപ്പിച്ച വിധേയത്വം, അതിനായി അദ്ദേഹം നൽകിയ വിലയും ദൈവം തൻ്റെ രാജ്യവിസ്തൃതിക്കായി പ്രയോജനപ്പെടുത്തി. നമ്മുടെ കേരള മണ്ണിൽ വരെ സുവിശേഷ പ്രഘോഷകൻ കടന്നു വന്നു. 1994 ബോംഗെ ആദ്യമായി ഇന്ത്യയിൽ സുവിശേഷ പ്രചരണാർത്ഥം കടന്നുവന്നത്. ചെന്നൈയിലും ബാംഗ്ലൂരിലും കൊച്ചിയിലും അദ്ദേഹത്തിന്റെ സുവിശേഷ യാത്ര എത്തി. 1995 ഹൈദരാബാദിൽ നടന്ന സുവിശേഷ യോഗത്തിൽ 3,40,000 പേർ പങ്കെടുത്തു. 1996 ബാംഗ്ലൂരിൽ 4,50,000 പേർ സംബന്ധിച്ചു. ബാംഗ്ലൂരിൽ നടന്ന ലോക ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കൂടിയതിനേക്കാൾ അധികമായിരുന്നു ഈ ജനസംഖ്യ. അവരിൽ 37,000 പേർ തങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കാൻ തീരുമാനിച്ചതായി രേഖപ്പെടുത്തി. സൗഖ്യങ്ങളും അത്ഭുതങ്ങളും ലോകത്തിലുടനീളം ബോംഗെയിലൂടെ ദൈവം പ്രവർത്തിച്ചു. ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, അമേരിക്ക തുടങ്ങി അനേക രാജ്യങ്ങളിലും അദ്ദേഹം സുവിശേഷവുമായി കടന്നു ചെന്നു. You feel like fire. നിന്റെ ശരീരത്തിൽ അഗ്നി അനുഭവപ്പെടും. തീ നിനക്ക് അനുഭവപ്പെടാൻ പോകുകയാണ്. And when you come out of that river, ആ നദിയിൽ നിന്ന് നീ പുറത്തു വരുമ്പോൾ, wherever you go, oh yes, നീ എവിടെയെല്ലാം പോകുമോ, even 100 years from now, ഇപ്പോൾ നീ പോകുന്ന ഇടങ്ങളിലെല്ലാം, wherever you go, നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും you are dripping fire. നീ പോകുന്ന ഇടത്ത് നീ തീ പടർത്താൻ പോകുകയാണ്. 2019 ഡിസംബർ 7 റെയ്നാഡ് ബോംഗെ ഇഹലോകവാസം വെടിഞ്ഞു. ദൈവം തന്നെ ഏൽപ്പിച്ച ജോലിയിൽ മരണം വരെ സ്ഥിരോത്സാഹത്തോടെ മുന്നേറിയ അദ്ദേഹം ഓരോ ക്രൈസ്തവന്റെയും മുന്നിലേക്ക് ഒരു വലിയ ദൗത്യം വെച്ചു തരുന്നു. സ്വർഗത്തിനായി ആത്മാക്കളെ കൊയ്യുക എന്ന ദൗത്യം നിക്ഷിപ്തമായിരിക്കുന്ന ഓരോ ക്രൈസ്തവനും തങ്ങളുടെ ഉദാസീനതയിൽ നിന്നും ഭയങ്ങളിൽ നിന്നും പുറത്തു വരേണ്ട സമയം ആസന്നമായിരിക്കുന്നു. ജീവിതത്തിൽ മുഖ്യ ഭാഗവും സുവിശേഷ യാത്രകൾക്കായി മാറ്റിവെച്ച അദ്ദേഹം വാർദ്ധക്യത്തിലും മാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷ പ്രചരണം തുടർന്നുകൊണ്ടിരുന്നു. കുടുംബാംഗങ്ങളോടൊപ്പം സമാധാനപൂർണവും സംതൃപ്തി നിറഞ്ഞതുമായ അന്തരീക്ഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. തന്റെ സുവിശേഷ ദർശനം തുടരാനായി അദ്ദേഹം സ്ഥാപിച്ച ക്രൈസ്റ്റ് ഫോർ ഓൾ നേഷൻസ് ചുമതലയുള്ള ഡാനിയൽ കൊളൻഡോ അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റി ഇങ്ങനെ പറയുന്നു. Early in the morning, we got the news that our beloved father, mentor, founder of the Ministry of Christ for All Nations, Reinhard Bonnke, went to his eternal reward. And needless to say, the last 24 hours and beyond have been incredibly difficult in some ways. I think it's safe to say our whole team feels a deep sense of loss because Reinhard was so dear to us. We loved him so very much, and the influence of his life left an indelible impression on every single one of us. And so we miss him very much. But we're so thankful that he's with Jesus, the one that he loved and the one that he served. We're so happy that his suffering is over. We're so happy that he has entered into his eternal reward. And as I stand here tonight in West Africa, where we have been continuing even for the last several years. You know, many people think that Reinhard has been preaching up until just recently and now he handed the baton over to me. But the reality is we have been doing this without Reinhard's presence in Africa for about 6 years now. And God has been so gracious to us. And the one thing that just is such a strong impression on my heart was I'm so thankful for the wisdom that God gave to Reinhard. That even earlier in his ministry, actually at the height of his ministry career, he had the wisdom and the humility to look to the next generation and to pass that baton and to have a heart for the future of the harvest field. And look, here we are today. This is the day after Reinhard has gone to heaven. ബോംഗെയുടെ ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതാണ്. ഇനി ശേഷിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളെയാണ് അവിടുത്തേക്ക് ആവശ്യം. നമ്മുടെ തലമുറയുടെ നിത്യത നിങ്ങളുടെ കൈകളിലാണ്. God only has us now, but that is all he needs. The eternal
destiny of our generation is in the balance. It is up to you. മിഷണറി പ്രവർത്തനം ഓരോ ക്രൈസ്തവൻ്റെയും ദൗത്യമാണ്, കടമയാണ്. റെയ്നാഡ് ബോംഗെ എന്ന ഏക വ്യക്തിയിലൂടെ 80 കോടി ആത്മാക്കളെ സ്വർഗത്തിനായി നേടിയെങ്കിൽ നരകത്തെ കൊള്ളയടിച്ച് സ്വർഗം നിറയ്ക്കാനായി നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങേണ്ടത് ഇന്നിൻ്റെ അനിവാര്യതയാണ്. എന്തെന്നാൽ കാലം അതിൻ്റെ അന്ത്യത്തോടടുത്തിരിക്കുന്നു, വിധി അകലെയുമല്ല.